Keep your face always towards the sunshine, and shadows will fall behind you. Remember, even the darkest cloud has a silver lining. You define your own life. Don't let other people write your script. Believe in yourself and do what your heart says to do. You don't always need a plan. Sometimes you just need to breathe, trust, let go, and see what happens. The only limit to our realization of tomorrow will be our doubts of today. Believe in yourself, push your limits, experience life, conquer your goals, and be happy. എൻ്റെ പേര് ഡോക്ടർ മനു മെൽവിൻ ജോയ്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അതിനു മുമ്പ് SCMSലും പിന്നെ മൂവാറ്റുപുഴ ഇലാഹിയ കോളേജിലും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇസാഫ് മൈക്രോ ഫിനാൻസിൽ 2 വർഷം മാനേജർ കോർപ്പറേറ്റ് ട്രെയിനിങ് ആയിട്ട് അതെ ആ ബാങ്കിങ്ങിൽ തന്നെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അങ്ങനെയായിരുന്നു. ഒരു ഫുൾ ടൈം ടീച്ചർ ആണല്ലേ? അതെ റേഡിയോ പോലെ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റുമോ നോക്കാം. അതെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെയായിരുന്നു? സ്റ്റഡീസ് ഞാൻ പഠിച്ചത് ഡോൺ ബോസ്കോ സ്കൂൾ മണ്ണുത്തി. അത് കഴിഞ്ഞ് പിന്നെ സെൻറ് തോമസ് കോളേജ് അവിടെയായിരുന്നു ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചായിരുന്നു. അപ്പോൾ സെൻറ് തോമസ് എനിക്ക് വലിയൊരു സങ്കടമുള്ളത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡോൺ ബോസ്കോ ബോയ്സ് സ്കൂളായിരുന്നു. അതിനുശേഷം അത് മിക്സഡ് ആക്കി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സെൻറ് തോമസ് എന്താണ് ജെൻസിന്റെ കോളേജായിരുന്നു. അതിനുശേഷം അത് മിക്സഡ് ആക്കി. എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് എന്താണ് ജീവിതത്തിൽ ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ സമയം വരും. അങ്ങനെയാണ് എനിക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ 100 പേരുള്ള ബാച്ചിൽ 30 ബോയ്സ് 70 ഗേൾസ് ആയിരുന്നു. ഇത്രയും നാളില്ലാത്ത എല്ലാ വിഷമവും തീർന്നു. അതിനുശേഷം ഞാൻ MBA ചെയ്തു. അത് എട്ടിമടൈ അമൃത സ്കൂൾ ഓഫ് ബിസിനസ്സിലായിരുന്നു. അവിടെ 2 വർഷം ചെയ്തു. പിന്നെ ഞാൻ PhD പെർസ്യൂ ചെയ്തു. 2 വർഷം ഫുൾ ടൈം PhD സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ ചെയ്തു. 2017 PhD കംപ്ലീറ്റ് ചെയ്തത്, ഡോക്ടറേറ്റ് കിട്ടിയത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണ്. അതുകൂടാതെ കുറെ മാസ്റ്റേഴ്സ്. അത് ഈ പഠിക്കുന്നതിന്റെ അസുഖമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈക്കോളജി, സോഷ്യോളജി, സൈക്കോതെറാപ്പി, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇങ്ങനെ കുറെ കോഴ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം എല്ലാ കോഴ്സും ഈ സമയം കൊണ്ട് PhD. കാരണം ഒരു മാസ്റ്റേഴ്സ് എടുക്കുക പിന്നെ അതിന്റെ PhD ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടീഡിയസ് പ്രോസസ്സാണ്. ആ സമയത്ത് അല്ല ഇപ്പൊ ഈ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം അല്പം മട്ടുണ്ടെന്ന് പറയണല്ലോ. അപ്പൊ അതിന്റെ അങ്ങനെ കൂട്ടിയാൽ മതി. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആള് ചെയ്യേണ്ടത് ചെയ്യാത്ത ആളുകളെല്ലാം ഡിഫറെന്റ്. അപ്പൊ കൊളോക്കിയലി വട്ടെന്ന് പറയും. അപ്പൊ അതൊരു താല്പര്യം. അപ്പൊ അതിന്റെ പിന്നാലെ കുറെ പഠിക്കാൻ പറ്റി. അപ്പൊ ഒരുപാട് സൈക്കോളജി അതിനോടൊക്കെ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടെന്ന്. തീർച്ചയായിട്ടും എനിക്ക് മൈൻഡ് റീഡിംഗ് ഒക്കെ താല്പര്യമാണ്. ഞാൻ പേടിച്ചു വേണോ ഇവിടെ ഇരിക്കാൻ? തീർച്ചയായിട്ടും. അല്ല, എന്നെ കുറിച്ച് പറഞ്ഞ 2 കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ PhD ചെയ്ത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അവിടെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അതൊരു വലിയ ഭാഗ്യമാണ്. അതെ. ഇനി നമ്മളൊരു 17 വർഷം പുറകോട്ട് പോകും. നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നതിന്റെ കാരണം തന്നെ അതാണ്. അതെ, 17 അല്ല ശരിക്കും 19 വർഷം. യെസ്. അപ്പോൾ യു വർ ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ അല്ലേ? അറിഞ്ഞപ്പോൾ ഏത് സ്റ്റേജ് ആയിരുന്നു? അത് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് എൻ്റെ പേരൻസിനെ എനിക്കറിയുന്നത്. കാരണം അതിനെക്കുറിച്ച്, അതിൻ്റെ സ്റ്റേജ് എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അന്നും അറിയിച്ചിട്ടില്ല.
അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, അറിയാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിൻ്റെ പക്ഷേ എൻ്റെ ഇച്ചാടെ കയ്യിൽ, എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ ഫയലുണ്ട്. ഒരു വലിയ ബാഗിൽ അദ്ദേഹം അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനകത്ത് എന്താണെന്നുള്ളതും അത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയതും ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതൊന്നും അന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഇപ്പോഴും ചോദിച്ചിട്ടില്ല. സ്നേഹത്തിൻ മധുരമായ ജീവനിൽ അലിയൂ, കുളിരേകും തെന്നലായി നോവിതിൽ തഴുകൂ, ചൂടേകും അഗ്നിയായി നെഞ്ചിതിൽ പടരൂ, ജീവന്റെ അരുവിയായി പ്രാണനിൽ. എൻ്റെ പേര് ജോയ് മാത്യു. ഞാൻ മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 6 വർഷത്തോളമായി. അതെ. അങ്കിളിന്റെ ജോലി സംബന്ധമായിട്ടാണോ നിങ്ങൾ തൃശ്ശൂരേക്ക് വന്നത്? ബേസിക്കലി ഒറിജിനലി പാലായാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടി. ജോലിയുടെ സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ വന്നു. പിന്നെ തൃശ്ശൂർ ഇഷ്ടപ്പെട്ട് തൃശ്ശൂർ കൂടി. തൃശ്ശൂർക്കാരനായി. ഭാഷ ഒഴികെ. ഭാഷ നമുക്ക് പണ്ടോട്ടെ കോട്ടയം ഭാഷ ഉണ്ടല്ലോ അല്ലേ? ആൻറ്റിയോ? എൻ്റെ പേര് മേഴ്സി തോമസ്. ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻറ്റ് ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞു റിട്ടയർ ചെയ്തിട്ട്. 8 വർഷം കഴിഞ്ഞു. അവിടെ ഒരു ആശയക്കുഴപ്പം വേണ്ട കേട്ടോ. കാരണം ഞങ്ങൾക്ക് 60 വയസ്സിലും ഇവർക്ക് 56 വയസ്സിലും അല്ലാതെ എന്നേക്കാൾ പ്രായമുണ്ടെന്ന് ഏതായാലും പറയുകയല്ലോ. ഇവർക്ക് 60 വയസ്സാണ്, ഞങ്ങൾക്ക് 56 ഇപ്പൊ ഇവിടെ കൃഷിയൊക്കെ നോക്കി നിൽക്കുന്നതല്ലേ? കൃഷിയൊക്കെ ഉണ്ട്, ഞാൻ കണ്ടു. അല്ല, കൃഷി പിന്നെ പഠിപ്പിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കൃഷി ചെയ്യാനെന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ബോധ്യപ്പെടാൻ ഇത്ര സമയം എടുത്തു അല്ലേ? അതല്ല, നേരത്തെ തന്നെ ഞങ്ങൾ അഗ്രികൾച്ചർ ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ഈ പറഞ്ഞാലേ സർക്കാർ ഉദ്യോഗത്തിൻ്റെതായിട്ടുള്ള അതിൻ്റെതായ ഒരു സൗകര്യങ്ങളും സംരക്ഷണങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു യഥാർത്ഥ കൃഷിക്കാരനാകുമ്പോൾ ഇപ്പോൾ നമുക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 പേർക്കും ഈ പറഞ്ഞ പോലെ മീനിങ് ഫുള്ളായിട്ടൊന്ന് എൻഗേജ്ഡ് ആകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാർ ഒത്തിരി കാര്യം നമ്മളോട് ഷെയർ ചെയ്തു. ഞങ്ങൾക്ക് അറിയേണ്ടത്, ഡോക്ടർ പറഞ്ഞു അസുഖമാണെന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ആ സമയത്തുള്ള ഫിസിക്കൽ ബുദ്ധിമുട്ടുകളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും, നിങ്ങൾക്കുണ്ടായ ഫീലിങ്സോ ഒന്നും ഡോക്ടറെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഐ എം ഷുവർ ആസ് പേരൻസ് നിങ്ങൾ പോയിട്ടുള്ള ട്രോമ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആ ഒരു സമയത്തെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചത്, അല്ലെങ്കിൽ ആ സമയം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ഒരു നല്ല കടുത്ത ഒരു വൈറൽ ഫീവർ വന്നു മനുവിന്. അപ്പോൾ അത് കഴിഞ്ഞൊരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ, അതായത് ഈ 2 കഴലയ്ക്കും ഒരു നീര് പോലെ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മുടെ വിദൂര ചിന്തകളിൽ കൂടി പോലും പോകുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും അതേപ്പറ്റി ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഫ്രണ്ട്സ് ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏതായാലും ഒന്ന് നോക്കിയപ്പം അവർ നോക്കിയപ്പോൾ എന്തോ ഒരു ചെറിയ സംശയം തോന്നിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഒരു നീഡിൽ ബയോപ്സി എടുത്തൊന്ന് പരിശോധിക്കാമെന്നു. അപ്പോൾ അങ്ങനെ പരിശോധിച്ചു. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഡോക്ടർ ബിനോജ്, ഇപ്പം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് ഇതെടുത്തു പരിശോധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചോദിച്ചേട്ടാ ഒന്ന് ഇതുവരെ വരുമോ എന്ന് ചോദിച്ചു. ചെന്നു, വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ആ യാഥാർത്ഥ്യമൊക്കെ ഒന്ന് നമുക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ബോധ്യപ്പെടാനോ കുറേ സമയം എടുക്കില്ല. അപ്പോൾ വളരെ ഒരു നിസ്സംഗമായിട്ടെന്ന് പറഞ്ഞ പോലെയാണ് അത് കേട്ടത്. അതെ കേട്ടു. അപ്പോൾ ഏതായിരുന്നാലും RCCയിൽ ഒന്നുകൂടെ നമുക്കിതിനെ ഡബിൾ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു മരവിപ്പാണല്ലോ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരെയൊക്കെ അറിയിക്കുക, പറയണമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, എല്ലാം വളരെ ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യങ്ങളാണ്. ഏതായിരുന്നാലും വന്നു.
അത് അത്ര ഗൗരവത്തിലൊന്നും പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു. കുഴപ്പമില്ലായിരിക്കും, ഏതായാലും നമുക്ക് ഇത് ചെയ്യണം. അപ്പോൾ എൻ്റെ ബ്രദറുണ്ട്, മൂത്ത ചേട്ടനുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഈ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ലൊരു മനക്കരുത്തും ഇതുമൊക്കെ ഉള്ള ആളാണ്. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഏതായാലും ഞാനിപ്പോൾ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ വന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരൊക്കെ അങ്ങ് ചാർജ് എടുത്തു, ടേക്ക് ഓവർ ചെയ്ത് ഇമ്മീഡിയറ്റായിട്ട് തന്നെ പിന്നെ മറ്റു നടപടികളിലേക്കൊക്കെ കടന്നു. ഇവിടെ തന്നെ പോയി 1-2 ഡോക്ടർമാരെയും കൂടെ കണ്ടു, അതിൻ്റെ ഇതൊക്കെ പരിശോധിച്ചു മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ വേണ്ടത്, RCC പോകണം എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ VP ഗംഗാധരനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പം ചേട്ടനാണ് പറയുന്നത്, ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എറണാകുളം കഴിഞ്ഞാണല്ലോ തിരുവനന്തപുരത്തിന് പോകുന്നത് തന്നെ, അപ്പോൾ ഏതായാലും അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഒന്ന് ഇത് ചെയ്തിട്ട് പോകാം. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെ പോകുന്നു, നോക്കിയപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇതാണ് 15. അതറിഞ്ഞുകൊണ്ട് മിസ്സസിൻ്റെ അമ്മാവനുണ്ട്, ഞങ്ങൾ ഉമ്മച്ചൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വന്നു, ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ഡോക്ടർ ഇതെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മനുവിന് ഇതേപ്പറ്റിയൊന്നും ആ സമയത്ത് പ്രത്യേകിച്ച് യാതൊരു വിധമായ അങ്ങനെ ഒരു ചിന്തയിലേക്കൊന്നും പോയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഡോക്ടർ അത് കഴിഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഏതായാലും ഞാൻ വരുന്നില്ല. അപ്പം ചേട്ടനെ പറഞ്ഞാൽ ഉമ്മച്ചനെ, എൻ്റെ ബ്രദറിലോ സണ്ണി ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം അവരെല്ലാവരും കൂടെ കയറി. അപ്പോഴും ഞാൻ പിന്നീട് എന്നോട് പറഞ്ഞത് ഒരു 35% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും കേൾക്കാനും ഇത് ചെയ്യാനും ഒന്നും ഞാൻ നിന്നില്ല. അപ്പം ഞങ്ങളീ പറഞ്ഞതുപോലെ ഏതായിരുന്നാലും ആ സമയത്ത് ചേട്ടനാണ് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കാം, നിങ്ങൾ ചിറ്റൂർ പോയി ഒരു ധ്യാനം കൂടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ഈ ഭക്തി കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സംശയാലുവും ഈ എന്താണ് കുറച്ചൊരു അന്വേഷണ ചിന്ത, ലോജിക്കൽ സെൻസിൽ കൂടുതൽ ആലോചിക്കുന്ന ഒരു പ്രകടനക്കാരനായിരുന്നു. അവിടെ ചെന്ന ധ്യാനം കൂടിയപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കംപ്ലീറ്റ് അങ്ങ് മറന്നു. അപ്പോൾ ഈ വസ്തുതകളും യാഥാർത്ഥ്യവും ഒന്നും നമ്മളെ പിന്തുണയ്ക്കില്ല എന്ന് തിരിച്ചറിവ് ആയിരിക്കണം നമ്മുടെ ഈഗോ കംപ്ലീറ്റ് എല്ലാം വിട്ടുകൊടുത്തു. ഏതാണ്ടൊരു ഒരാഴ്ച 5 ദിവസത്തെ അന്ന് 5 ദിവസവും ഞങ്ങൾ രാവിലെ ധ്യാനത്തിന് പോകും. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ധ്യാനം കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോൾ ലേക്ക് വരും, വൈകിട്ട് ലേക്ക് ഷോറിലേക്ക് വരും. പകൽ സമയത്ത് ചേട്ടൻ ആണ് അവിടെ നിൽക്കും. അങ്ങനെ ഒരു 5-6 ദിവസത്തോളം ഞങ്ങളിങ്ങനെ പോയി വന്നും അങ്ങനെ. അപ്പം അവിടെ ധ്യാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, ഞങ്ങളങ്ങ് അറിയാതെ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുകുക. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. കാരണം മോനിത്രയേ ഉള്ളൂ പ്രായം, ഇങ്ങനെയൊരു അസുഖം ഭയങ്കര അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ആരും പോസിറ്റീവായിട്ട് ക്യാൻസറിനെ കാണുന്ന ഒരു ഇതുപോലും അല്ല. അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ മനസ്സുകൊണ്ട് പോലും ഓർക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് പരിപൂർണമായിട്ട് വിട്ടുകൊടുത്ത് ദൈവം അവനെ തൊട്ട് സൗഖ്യപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസം ആയിരിക്കണം ഇന്ന് അല്ലേ ഡോക്ടറിനെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നതും. ഞാൻ പരിപൂർണമായിട്ടും അങ്ങനെ വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ജോസ് മാത്യു.
ജോയിച്ചനും മേഴ്സിയൊക്കെ മാനസികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു, സ്വാഭാവികമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, മനസ്സിനൊരു ധൈര്യം വേണമല്ലോ, നിങ്ങളൊരു ധ്യാനത്തിന് പോകും, മനുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ നിർബന്ധിച്ച് അവരെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പം മനുവിൻ്റെ കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ അച്ഛനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ എല്ലാ ദിവസവും വൈകുന്നേരം ആശുപത്രി വരാനും മനുവിനെ കാണാനുമുള്ള അനുവാദം അച്ഛൻ കൊടുത്തു. അങ്ങനെ അവരെല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വരും, മനുവിൻ്റെ കൂടെ ഉണ്ടാവും, രാവിലെ ധ്യാനത്തിന് പോവും. അങ്ങനെ 5 ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ ആ ധ്യാനം പൂർത്തിയാക്കി. അവർക്കും അതൊരു വലിയ ദൈവാനുഭവമായിരുന്നു എന്നാണ് പിന്നീട് ജോയിച്ചനോട് പറഞ്ഞത്. ഏതായാലും അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് പോയി. എന്നെ പറ്റുന്നത് പോലെ ഞാനും വന്ന് നിൽക്കും, ഇവരും മനുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം അന്ന് മനുവിനെ ഭക്ഷണം കഴിപ്പിക്കുന്നത് വലിയൊരു വിഷയമായിരുന്നു. അപ്പം ഞാനാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടവും കഴിക്കത്തില്ലല്ലോ, അപ്പം ചില സാധനങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ കോവയ്ക്ക എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ കോവയ്ക്ക കറി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് മനുവിന് ഞാനത് എടുത്തു കൊടുക്കും. ഇത് നല്ലതാണ്, കഴിച്ചത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്, ഇത് കഴിക്കുക. ഞാൻ പറയുന്നത് കൊണ്ട് അവൻ മടി പറയാതെ ഇത് കഴിക്കുമായിരുന്നു. അപ്പോൾ പിന്നീട് ഒരിക്കൽ മനു പറയുകയുണ്ടായി, അപ്പച്ചാടെ ആ കോവയ്ക്കക്കറി കൂട്ടിയത് അതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന്. അപ്പം അതുപോലെ ഒരു 2-3 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മനു സുഖമായിട്ട് ഇവിടെ തിരിച്ചെത്തി. ഡോക്ടറും വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇത് ഇഞ്ചക്ഷനൊക്കെ വളരെ വേദനാജനകമായിരുന്നു. അപ്പം ഡോക്ടർ എത്ര വൈകിയാലും മനുവിനെ വന്ന് കണ്ടിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനു പറയും, എനിക്ക് ഭയങ്കര വേദനയാണ് സിസ്റ്റർ കുത്തിവെച്ചിട്ട്. അതിനെന്താ, ഞാൻ തന്നെ വന്ന് നിനക്ക് കുത്തിവെച്ചോളാം. അപ്പം രാത്രി 11:30-12 മണിയായിരുന്നാലും ഗംഗാധരൻ ഡോക്ടർ നേരിട്ട് വന്ന് ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഏതായാലും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. മനു സുഖം പ്രാപിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണെങ്കിലും ഈ വളരെ ശ്രദ്ധയോടെ പോകേണ്ട സമയമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇവിടുന്ന് മനു എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ? അപ്പോൾ ഞാൻ ഈശോയെ കണ്ടു. ഞാൻ ചോദിച്ചു, അതെന്താ? അപ്പം ഇവന് എല്ലാ ദിവസവും കുറച്ച് സമയം ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷനകത്ത് കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് ഈ വെള്ളത്തിലിരിക്കണമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവനും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറയുന്നവൻ നേരിട്ട് ഈശോയെ കണ്ടു, എനിക്ക് സുഖം പ്രാപിച്ചതായിട്ട് ഈശോ പറഞ്ഞു. അപ്പം തീരെ ക്ഷീണിതനായിട്ട് കിടന്നിരുന്ന മനു ഓടിയിറങ്ങി വന്നു എന്നാണ് മേഴ്സി എന്നോട് പറഞ്ഞ്. താഴെ ഇറങ്ങി വന്നിട്ട് ഇവനിങ്ങനെ വിറയ്ക്കുന്ന പോലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അനുഭവം അവരുമായിട്ട് പങ്കുവച്ചു. അതൊരു ദൈവം തൊട്ട് സുഖപ്പെടുത്തിയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും അത് കഴിഞ്ഞ് മുന്നോട്ട് 2-2.5 വർഷത്തോളം ആ ട്രീറ്റ്മെൻറ്റ് തുടർന്നു. മനു പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചു. അവൻ പഠിച്ചു, മിടുക്കനായി. ഇന്ന് എല്ലാവരും അറിയുന്ന, എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു അധ്യാപകനായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ ശരിക്കും എൻജിനീയറിങ്ങിൻ്റെ 2nd ഇയർ പഠിക്കുന്ന സമയത്താണ് എനിക്കൊരു പനി വന്നു. പനി വന്നത് കുറച്ച് പ്രൊലോങ്ഡായി, എന്നിട്ടത് പോയി. പക്ഷേ ആ പനി മാറി. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം കഴുത്തിൽ ചെറിയ നോട്ട്സ് വരാൻ തുടങ്ങി.
അപ്പോൾ നമ്മൾ യൂഷ്വലി അത് ഈ വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ടും പോയില്ല. ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ, 1 മാസം ചെയ്തിട്ടും മാറാതെ വന്നപ്പോഴാണ് നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു പോസിബിലിറ്റി പറഞ്ഞു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. നാരായണൻ പോറ്റി എന്ന് പറഞ്ഞൊരു ഡോക്ടറെയാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു ബയോപ്സി ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പോയിട്ടാണ് ഒരു ബയോപ്സി ചെയ്തത് ഇവിടെ. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൊക്കെ പ്രശ്നമൊന്നുമില്ല? ബ്ലഡ് ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ ബയോപ്സി, പിന്നെ ഇവിടെ ഈ നോട്ട്സി എന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും കുഴപ്പമില്ല. പക്ഷെ എന്നാലും അദ്ദേഹം ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബയോപ്സി ഇവിടുന്ന് ഒരു നോഡ് മുറിച്ചെടുത്ത് സാമ്പിളിന് അയച്ച്, അപ്പം അതിനകത്തുള്ള സ്ലൈസുകളിൽ ഏതോ ഒരു എണ്ണത്തിലാണ് ഇതിൻ്റെ ഒരു ടെൻഡൻസി കണ്ടത്. അന്ന് തന്നെ ഇത് സാർ അറിഞ്ഞോ? എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഇത് ചെയ്ത് ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം 3-4 ദിവസം എടുക്കും ബയോപ്സി റിസൾട്ട് വരാനായിട്ട്. അപ്പം ഞാൻ ആ ദിവസങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തത് ഈ ബയോപ്സി കഴിഞ്ഞ് പിന്നെ 3-4 ദിവസം കോളേജിലൊന്നും പോകണ്ട. എൻ്റെ പരീക്ഷയുടെ സമയമായിരുന്നു. പരീക്ഷയൊക്കെ സ്കിപ്പ് ചെയ്ത് ഞാൻ. അത് ബയോപ്സിയുടെ ഇത് കൊടുത്തത് കൊണ്ട് അതോ ഫിസിക്കലി നമുക്ക്? അല്ല, ഫിസിക്കലി ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ മുറിച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്തത് നേരെ ഞങ്ങളുടെ ഇവിടെ വേണൂസ് എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് കടയുണ്ട്. അവിടെ പോയി ഒരു 4-5 CD, പടയപ്പ, അങ്ങനെയുള്ള കുറച്ച് സിനിമകളുടെ CD വെച്ച് ഫുൾ ടൈം. എന്തായാലും കുറെ ദിവസം കിട്ടി. അതെ, ഫുൾ ടൈം. ഞാൻ ഭയങ്കര മൂവി ബഫാണ്. അപ്പൊ അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ദിവസം ശനിയാഴ്ച വൈകുന്നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ബിനോദ് ചേട്ടൻ. അപ്പോൾ ബിനോദ് ചേട്ടനും ആള് ഡോക്ടറാണ്. അപ്പോൾ ബിനോദ് ചേട്ടന് ചായയും കൂടി വൈകുന്നേരം കയറി വന്നിട്ട് എൻ്റെ അടുത്ത്, അപ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. അപ്പം ബിനോദ് ചേട്ടൻ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്, ഈ ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അല്ല, ഇത്രയും ദിവസേ നമ്മളിങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് ബയോപ്സിക്ക് വിടുക, ഓക്കെ, ക്യാൻസർ ആവാനുള്ള സാധ്യത ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ ബയോപ്സിക്ക് വിടുക എന്ന് പറയുമ്പോൾ തന്നെ പേടിയാവും അല്ലേ? അപ്പം പണ്ട് തൊട്ടേ സാർ ഇങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഗോ വിത്ത് ദ ഫ്ലോ അങ്ങനെയുള്ള ഒരാളായിരുന്നോ? ആയിരുന്നു. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയും, 12ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അതിന് മുമ്പുള്ള ഏതൊരു വെക്കേഷന് ഞങ്ങളുടെ കുറച്ച് കസിൻസ് ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും കൂടി പറമ്പിക്കുളത്തിന് ടൂർ പോയി. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ളത് കൊണ്ടും എൻ്റെ പബ്ലിക് എക്സാം ആയതുകൊണ്ടും എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതേപോലെ തന്നെ വേണൂസിൽ പോയി 4-5 കാസറ്റ് വായിച്ചുകൊണ്ട് വന്ന് ഫുൾ ടൈം ഇരുന്ന് കണ്ടു, സിനിമ കണ്ടു. ടൂറിന് പോകുന്ന എഫക്റ്റ് തന്നെ വീട്ടിലിരുന്ന് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ വളരെ ലാഘവത്തോടുകൂടി കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം 10 കഴിഞ്ഞും 12 കഴിഞ്ഞും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻജിനീയറിങ്ങിനകത്ത് ഏത് കോളേജ് വേണം, ഏത് ബ്രാഞ്ച് വേണമെന്ന് അവിടെ കൗൺസിലിങ്ങിന് പോയിട്ട് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു ഉത്തരവില്ലാത്തത് കൊണ്ട് ഇച്ഛയാണ് സെലക്ട് ചെയ്തതെല്ലാം. അപ്പോൾ അത്രയും ലാഘവത്തോടെയാണ് ജീവിതത്തെ കണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും ഇതിലും എനിക്ക് ഹെൽപ്ഫുൾ ആയത്. പക്ഷേ ഇതിന് മുന്നേ ഈ ആറ്റിറ്റ്യൂഡിൽ പേരൻസ് ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവനെ എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ ആശങ്ക, അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തികളിലും എല്ലാം നമുക്ക് വളരെ അതെ. അപ്പോൾ അത് വളരെ എവിഡന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം വന്നതോടുകൂടി ആ ഒരു ഭാരം പോയി. കാരണം നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞു, വീട്ടിൽ കഴിഞ്ഞ് ജോലി കിട്ടണം, അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല. എങ്ങനെ പഠിച്ചാലും അല്ലല്ല, പഠിക്കുമെന്ന് തന്നെ നമുക്ക് അറിയില്ലല്ലോ. പഠിപ്പിനെ പറ്റി ആരും ചോദിക്കുന്നില്ല. അതെ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് ലേക്ക് ഷോറിലേക്ക് ആദ്യം RCC പോകുന്ന തീരുമാനിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു വിഷമഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ഫാദറിൻ്റെ ചേട്ടനാണ്. ഞാൻ അപ്പച്ച എന്ന് വിളിക്കുന്ന ആളാണ്.
അപ്പോൾ അപ്പച്ചയാണ് പിന്നെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഡിസിഷൻസ് എല്ലാം എടുത്തു തന്നിരുന്നത്. അപ്പോൾ അപ്പച്ച പറഞ്ഞു നമുക്ക് എന്തായാലും VP ഗംഗാധരൻ സാറിനെ പോയെന്ന് കാണണം, കണ്ടിട്ട് ആളുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് RCC പോകാം. അടുത്ത ദിവസം തന്നെ ഇത് അറിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് രാവിലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ എനിക്ക് ചേന മമ്മീനെ കാണുമ്പോൾ തന്നെ അറിയാം അവർ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് അല്ല ഇപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ കുട്ടിയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഇതൊക്കെ മാറും. അതെ, അപ്പം ഒരിക്കലും അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും എന്നേക്കാൾ കൂടുതൽ ഈ അനുഭവം എന്ന് പറയുന്നത് അവർക്കാണ്. അതെ, അതെ നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഒരു കാര്യത്തെ കുറിച്ചോ അതിന്റെ ഫണ്ടിന്റെ കാര്യത്തെ കുറിച്ചോ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് കടന്നു കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ജെറുസലേമിലാണ്, തലവരമുള്ള. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ജെറുസലേമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ വെള്ളിയാഴ്ചകളിലുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ജെറുസലേമിൽ പോയി പ്രാർത്ഥിച്ച് അവിടെയുള്ള അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഗംഗാധരൻ സാറിനെ കാണാൻ പോകുന്നത്. ലേക്ക് ഷോറിലല്ല, ഞങ്ങൾ RCCയിൽ പോകാനാണ്. അതിന് മുമ്പ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ എന്നെ പുറത്ത് നിർത്തിയിട്ട് അവർ രണ്ടിനകത്ത് പോയി സംസാരിച്ചു. അപ്പോൾ എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ തിരിച്ചു വന്നിട്ട് സാറ് പറഞ്ഞു ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ലേക്ക് ഷോറിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ലേക്ക് ഷോറിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 6 മാസത്തോളം ലേക്ക് ഷോറിൽ അങ്ങനെയാണ്. ആ സമയത്ത് സ്റ്റഡീസ് ബ്രേക്ക് ചെയ്തു, ഒരു വർഷം സ്റ്റഡീസ് ബ്രേക്ക് ചെയ്തു. പിന്നെ ബാക്കിയുള്ള 2 വർഷം വളരെ മിനിമൽ ഇടപെടലില് നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. അതെ അതെ അതെ. ലേക്ക് ഷോർന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്കോട്ട് ഡോക്ടർ VP ഗംഗാധരൻ, ഹീസ് സച്ച് എൻ അമേസിംഗ് ഹ്യൂമൻ. എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സോ ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഡോക്ടർ VP ഗംഗാധരൻ? ഞാൻ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും നല്ലൊരു എന്താണ് നമ്മളൊരു ദൈവ ചൈതന്യത്തെ അറിയുക എന്ന് പറയില്ലേ, ആ ഒരു സംബഡി സോ ക്ലോസ് ടു ഗോഡ്ലിനെസ് ഓർ ഡിവൈൻനെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചില മനുഷ്യരിലൊക്കെ നമുക്ക് ദൈവത്തെ കാണാമെന്ന് തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ. കാരണം ഞാൻ എല്ലാ വർഷവും 2-3 തവണ ഞങ്ങളുടെ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രോഗ്രാമുണ്ട്, കമ്മ്യൂണിയൻ. അത് ക്യാൻസർ വിന്നേഴ്സിന്റെ അതെ സർവൈവർ എന്നല്ല പറയാ, വിന്നർ എന്നാണ് പറയാ. ക്യാൻസർ വിന്നേഴ്സിന്റെ ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഒരു ക്യാൻസർ വന്ന ആൾക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ പറയുക,